ഹണി ചില്ലി അൽഫാം ചിക്കൻ മന്തി പേര് പോലെ തന്നെ വളരെ രുചിയാണിത് കഴിക്കാൻ വേണ്ടിയിട്ടും. ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നത് ചിക്കനാണ്. മന്തി റൈസ് നമ്മൾ സാധാരണ പോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെ അല്ലാതെ ഈ ചിക്കൻ മാത്രമായിട്ടും ഉണ്ടാക്കാം. റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. എങ്കിലും മന്തി റൈസിനാണത് ഒന്നുകൂടി നല്ല കോമ്പിനേഷൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഹണി ചില്ലി അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കിലോഗ്രാം തൂക്കമുണ്ടാവും. ഒരു ചിക്കൻ ഞാൻ 4 കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലപോലെ കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഓരോ ചിക്കൻ കഷ്ണങ്ങളും എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ആഴത്തിലങ്ങ് വരകൾ ഇട്ട് കൊടുക്കാം. ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടാനും മസാലയ്ക്ക് ഉള്ളിൽ പിടിക്കാനും ഒക്കെ അത് നല്ലതാണ്. എല്ലാ ചിക്കൻ കഷ്ണങ്ങളിലും ഇതുപോലെ നല്ല ആഴത്തിൽ വരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കനിൽ വരകളൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇത് ഫസ്റ്റ് മാരിനേഷനാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഈ ചിക്കൻ ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ ചിക്കനിൽ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചിരിക്കുക. എന്തായാലും അരമണിക്കൂർ വേണം. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 7 കാശ്മീരി മുളകും അതുപോലെ തന്നെ 5 സാധാരണ മുളകുമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനായിട്ട് കാശ്മീരി അല്ലെങ്കിൽ മുഴുവനായിട്ട് സാധാരണ മുളക് എടുത്താലും മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെള്ളം ചേർത്തിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് വരെ ഇതിങ്ങനെ അടച്ച് വെക്കുകയാണ്. മുളകൊന്ന് കുതിർന്ന് വരണം. ഒരു 10 മിനിറ്റിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് മുളക് മാത്രം എടുത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം സവാള, ഏകദേശം ഒരു സവാളയുടെ 1/6 മറ്റോ മതി, സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർക്കുക. 1/4 കപ്പ് ഓയിൽ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, ഒരല്പം ഉപ്പ്. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനിലെ സെക്കൻഡ് മാരിനേഷന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിൽ നിന്നും 1 ടേബിൾ സ്പൂൺ വരെ മസാല ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ചോറുണ്ടാക്കുന്ന സമയത്ത് ചോറിൽ ചേർക്കാനുള്ളതാണ്. ചോറിന് നല്ലൊരു കളറും നല്ല ടേസ്റ്റും ഒക്കെ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാനിപ്പോൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മസാലക്കൂട്ട് ചേർത്ത ബൗളിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിക്കനിൽ കീറലിട്ട ഭാഗത്തൊക്കെ നന്നായിട്ട് മസാല പിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. മസാല നല്ലപോലെ ചിക്കനിൽ പുരട്ടിയതിന് ശേഷം നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. വീണ്ടും 1 മണിക്കൂർ കൂടി ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സമയമില്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എടുക്കാം. ഞാനിത് ഏതായാലും ഇന്ന് 1 മണിക്കൂറാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. അതുപോലെ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് സെല്ല ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഗോൾഡൻ കളറിലുള്ള, അതായത് മഞ്ഞ കളറിലുള്ള അരിയാണ്. വെള്ളയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരി നല്ല പോലെ കഴുകി എടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തെടുക്കുക. ഇനി നമുക്ക് ചിക്കനിൽ പുരട്ടാൻ വേണ്ടിയിട്ടുള്ള ഹണി ഗാർലിക് സോസ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഈ പാനിൽ ഒഴിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒലീവ് ഓയിലാണെങ്കിലും ഉപയോഗിക്കാം. ചൂടായ എണ്ണയിലേക്ക് 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. രണ്ടിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
സോയാ സോസ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേനാണ് ചേർക്കേണ്ടത്. അപ്പോൾ തേൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. തേൻ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചില ആളുകൾക്ക് ഈ തേൻ ഇങ്ങനെ ചൂടാക്കുന്നതിനോട് താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് തേനിന് പകരം പഞ്ചസാര ഉപയോഗിക്കാം. കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിട്ടുണ്ട്. കോൺഫ്ലോർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ സോസ് കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നമ്മുടെ സോസ് അത്യാവശ്യം തിക്കായി മാറിയിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കോൺഫ്ലോറും കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹണി ഗാർലിക് സോസ് റെഡിയായി കഴിഞ്ഞു. ഇത് അടുപ്പത്തു നിന്ന് മാറ്റാം. അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. 3 പീസ് മാത്രമേ നമുക്കിന്ന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഒരു പീസ് ഞാൻ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ഒരാഴ്ച വരെയൊക്കെ നമുക്കതങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു 3 പീസ് വെച്ചിട്ടാണ് നമ്മളിന്ന് നമ്മുടെ മന്തി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒന്നുകിൽ ഓവനിലോ അല്ലെങ്കിൽ ചാർക്കോളിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാത്രം ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 6-7 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല കട്ടിയുള്ള പാത്രമാണെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടും വളരെ ഈസി ആയിട്ട് ഈ ഒരു അൽഫാം ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഞാനിത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. വലിയ കഷ്ണം ചിക്കനാണല്ലോ, അതുകൊണ്ട് വെന്ത് വരാൻ ടൈം എടുക്കും. നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞ് പിടിച്ച് ഉൾഭാഗം വേവാതെ ആയിപ്പോവും. അതിന് വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അരമണിക്കൂറെങ്കിലും സമയമെടുക്കും ഈ ചിക്കൻ്റെ 2 വശമൊക്കെ മൊരിഞ്ഞ് ഉൾഭാഗമൊക്കെ നല്ല വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് മന്തി റെഡിയാക്കാം. അത്ര നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വരെ പശുവിൻ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ എന്താണെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത്. ചൂടായ നെയ്യിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം പോകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലുതൊക്കെ ആണെങ്കിൽ ഒന്നിൻ്റെ പകുതി മതിയാവും. സവാള വഴറ്റുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിതിലേക്ക് ചെറിയ കഷ്ണം പട്ട, 3-4 ഏലക്കായ്, കുറച്ച് ഗ്രാമ്പൂ ഒക്കെ ചേർക്കാം. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ അങ്ങ് വഴറ്റിയെടുക്കാം. സവാള നല്ല പോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചിക്കൻ സ്റ്റോക്ക് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാലപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മസാല ഉണ്ടല്ലോ, ചിക്കന് വേണ്ടിയിട്ടും ഉണ്ടാക്കിയ മസാല, അത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 കപ്പ് വെള്ളം ചേർക്കാം. നമ്മളിന്ന് 2 കപ്പ് അരി വെച്ചിട്ടാണല്ലോ മന്തി ഉണ്ടാക്കുന്നത്. 2 കപ്പ് സെല്ല ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരുന്നത്. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. വെള്ളം നല്ല പോലെ തിളച്ച് വരണം. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ എന്തായിന്ന് നോക്കാം. ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട ഭാഗം അധികം ഫ്രൈ ആയിട്ടൊന്നുമില്ല, എങ്കിലും നമുക്കിങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. കാരണം വലിയ പീസായതുകൊണ്ട് വെന്ത് കിട്ടാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് വേവിക്കാം. അപ്പോൾ നമ്മുടെ മന്തിക്ക് വെച്ച വെള്ളം ഇവിടെ നല്ല പോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയിൽ വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്തെടുത്ത സെല്ല ബസ്മതി റൈസാണിത്. അപ്പോൾ അരി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല പോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് വീണ്ടും നമുക്കിതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലകളും ഓയിലും ഒക്കെ അരിയുടെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുക. എന്നിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10-12 മിനിറ്റ് സമയം വേവിക്കുമ്പോഴേക്കും നമ്മുടെ മന്തി റെഡിയാവും. അത്രയും സമയം മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ സാധാരണ ബസ്മതി റൈസ് ആണെങ്കിൽ ഒരു 8 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ. സെല്ല ബസ്മതി റൈസിന് കുറച്ചുകൂടി വേവുണ്ടാവും. ഒരു 10-12 മിനിറ്റ് സമയം എടുക്കും. അപ്പോൾ അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ട്.
രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടും ഒക്കെ ഉണ്ട്. ഞാനൊരു 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല അടികട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ അധികം കരിഞ്ഞു പിടിക്കാതെ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഹണി ഗാർലിക് സോസ് ഇതിൻ്റെ മുകളിൽ ഒന്ന് പുരട്ടി കൊടുക്കണം. ഞാനൊരു ബ്രഷ് വെച്ചിട്ടാണ് അതിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്പൂണ് വെച്ചിട്ട് ചെയ്താലും മതി. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഈ സോസ് പുരട്ടി കൊടുക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ്റെ ഹൈലൈറ്റ്. ഈ ഒരു സോസിലാണ് ചിക്കൻ്റെ ആ ടേസ്റ്റ് മുഴുവൻ വരുന്നത്. അപ്പോൾ നന്നായിട്ട് മുകളിൽ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ മുഴുവനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സോസിൽ കിടന്നിട്ട് ചിക്കൻ ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട ഭാഗം കൂടി നമുക്ക് ഈ സോസ് പുരട്ടി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചിക്കൻ തിരിച്ചിടുക. സോസ് പുരട്ടിയിട്ട് രണ്ട് ഭാഗവും ഇതുപോലെ നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോഴാണ് ആ സോസിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ചിക്കനിന് ഒരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും ഈ സോസിൽ കിടന്നിട്ട് ഇതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ. സോസ് പുരട്ടിയിട്ട് 1-2 മിനിറ്റ് വരെ മാത്രമേ പിന്നെ വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് സോസും ചേർത്ത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10-12 മിനിറ്റ് നല്ലപോലെ അങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. റൈസ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ മന്തി റൈസും റെഡി ആയി കഴിഞ്ഞു. മന്തിക്ക് നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവറൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. ഒരു ചിക്കൻ സ്റ്റോക്ക് ചേർത്തതിൻ്റെ ഫ്ലേവർ മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്കിൽ പോലും നല്ല രുചിയായിരിക്കും. അപ്പോൾ നമ്മുടെ മന്തിയും ചിക്കനും ഒക്കെ റെഡി ആയി കഴിഞ്ഞു. നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച ചിക്കൻ ഈ മന്തിയുടെ മുകളിൽ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. നമ്മൾ പ്ലേറ്റിൽ വിളമ്പുകയാണെങ്കിലും മന്തി വിളമ്പിയതിന് ശേഷം ചിക്കൻ മുകളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല സൂപ്പർ മന്തിയാണ്. അതുപോലെ തന്നെ പെരുന്നാളാകുമ്പോഴും ഒക്കെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. അടിപൊളി മന്തിയും ചിക്കനുമാണ്. ചിക്കനാണ് കേട്ടോ പ്രത്യേകത. മന്തി പിന്നെ നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. പക്ഷേ ഈ ചിക്കനാണ് ഒരു പ്രത്യേകതയുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്